തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. നമ്മൾ പറഞ്ഞു വരുന്നത് വചനാമൃതം കാലത്തേക്കുള്ള ഭഗവാന്റെ അവതാര ലക്ഷ്യം, അതിനെ വചനാമൃതകാരൻ പകർത്തിയത് അല്ലെങ്കിൽ എങ്ങനെയാണത് ഭഗവാൻ നമുക്ക് വേണ്ടി ആ സന്ദർഭങ്ങളെ വീണ്ടും വീണ്ടും വരുന്ന ലോകത്തേക്ക് വേണ്ടി എങ്ങനെ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു. ആ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് ആ കൃതി രചിച്ച ആളുടെ ഉദ്ദേശമായിരുന്നില്ല, മറിച്ച് അത് ഭഗവാന്റെ നിർദ്ദേശവും ഇച്ഛയുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. അത് വരും കാലത്തിന് വേണ്ടി എങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അത് ബംഗാളിൻ്റെ അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം മുതൽ എങ്ങനെയാണത് ഭഗവാൻ എങ്ങനെയാണ് തൻ്റെ അവതാര ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ആ ഒരു ഘടന വചനാമൃതത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതാണ് ചെയ്തു വരുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ അതിൻ്റെ പറഞ്ഞ് നിർത്തിയത് ശരിക്കും വചനാമൃതത്തിൻ്റെ ഒരു ഭഗവാന്റെ ആ ഒരു അവതാര ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ഒരുക്കുന്ന ആ ഒരു വേദി, അതായത് കേശവചന്ദ്രസേനെ പോലുള്ള ഭാരതീയ തലത്തിൽ അറിയപ്പെടുന്ന വൻ നേതാവ് ഉൾപ്പെടെ അതുമുതൽ താഴെ ഇങ്ങേയറ്റം വന്നാൽ റസിക് പോലുള്ള അധമ വിഭാഗത്തിൽ അന്നത്തെ കാലത്ത് പരിഗണിക്കപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ ദൃഷ്ടിയിൽപ്പെടാതെ ഇരിക്കേണ്ട രീതിയിൽ പെടാതിരിക്കേണ്ടവർ, അങ്ങനെയുള്ള, അതായത് അങ്ങനെ വന്നാൽ അത് ബ്രാഹ്മണർക്കൊക്കെ വലിയ അയിത്തം കൽപ്പിക്കപ്പെടും എന്നുള്ള ആ ഒരു ഘടനയിൽ ജീവിക്കുന്ന വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ അത് വളരെ അധമ തലത്തിൽ ജനിച്ചു വളർന്നേണ്ടി വന്ന റസിക്കിനെ പോലുള്ളവർ വരെ എങ്ങനെയാണ് ഈ അവതാര ലക്ഷ്യത്തിൽ പങ്കാളികളായത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അങ്ങനെ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വചനാമൃതത്തിൻ്റെ ആ രചനയെ ബേസ് ചെയ്താണ് നമ്മളിത് പറഞ്ഞു വരുന്നത്. അപ്പോൾ വചനാമൃതം ആരംഭിക്കുന്ന ആ സന്ദർഭത്തിൽ നമ്മൾ ഇതുവരെ കണ്ടുവന്നത് വചനാമൃതത്തിൻ്റെ തുടക്കത്തെ ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. തുടക്കത്തിൽ പറയുന്നത് കൽക്കത്തയിൽ മാഷമഹാശയനുമായിട്ട് ഉള്ള ആ സംവാദമാണ്, അല്ലെങ്കിൽ ആ സംഭാഷണമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത്. അതിൻ്റെ തുടക്കത്തിൽ എങ്ങനെയാണ് ആ സംഭാഷണം തുടങ്ങിയത് എന്നുള്ളത്, അതായത് ഓരോ ഘട്ടമായി തൻ്റെ ഈ ഗോസ്പൽ റെക്കോർഡ് ചെയ്യേണ്ട ആൾ, വചനാമൃതം രേഖപ്പെടുത്തി സമൂഹത്തിന്, ലോകത്തിന് നൽകേണ്ട ആളെ ഭഗവാൻ തിരഞ്ഞെടുത്ത് ആ ആളെ പരിശീലിപ്പിക്കുന്നതാണ്. ആ പരിശീലനമാണ് നമ്മൾ വചനാമൃതത്തിൻ്റെ ഒരു പിന്നിൽ കാണുന്ന വലിയൊരു എഫർട്ടെന്ന് പറയുന്നത്. ഒരിക്കൽ പോലും ഗ്രന്ഥരചനയോ ഒരു ലേഖനം പോലും എഴുതാത്ത ഒരു സാധാരണ അധ്യാപകൻ, അങ്ങനെയുള്ള ഒരാളെ തിരഞ്ഞെടുത്ത് ലോകത്തിന് വേണ്ടി എന്നേക്കും
ആ വചനാമൃതങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു വ്യക്തിയായി മാറ്റുക. അതെങ്ങനെയാണ് അത് മാറ്റിയത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്, പരിശോധിച്ചു വരുന്നത്. അത് വചനാമൃതത്തിൻ്റെ ആ രചനാ രീതിയെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അതിന് പിന്നിൽ എന്താണ്, അതിൻ്റെ താല്പര്യം എന്താണ്, ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിലുള്ള ഭഗവാന്റെ താല്പര്യം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ നമ്മൾ ഇതുവരെ കണ്ടത് മാസ്റ്റർ മഹാശയൻ ഭഗവാനെ വന്ന് കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ കണ്ട് ആദ്യത്തെ ആ 1ഉം 2ഉം ദർശനങ്ങൾ കഴിഞ്ഞ ഒരു ഘട്ടമാണ് നമ്മൾ ഇതുവരെ പരിശോധിച്ചത്. അപ്പോൾ ആദ്യത്തെ ഇതിൽ വരുന്ന ഒരു ഭാഗം മാസ്റ്റർ മഹാശയൻ്റെ വീടും ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു, അതേക്കുറിച്ച് പറയിപ്പിക്കുകയാണ്. ഭഗവാൻ ആ വ്യക്തിയെ കൊണ്ട്, താൻ തിരഞ്ഞെടുത്ത തൻ്റെ റെക്കോർഡ് ചെയ്യാനുള്ള ആ വ്യക്തിയെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ആ വ്യക്തിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ ഗോസ്പൽ, അതായത് വചനാമൃതം എഴുതുമ്പോൾ ഈ എഴുതുന്ന വ്യക്തിക്ക് ഒരു ഒരു ധാരണ ഉണ്ടാവണം. എന്താണ് ആ ധാരണ എന്ന് വെച്ചാൽ, എന്താണോ താൻ കേൾക്കുന്നത് അതിനെ വിമർശനാത്മകമായി എടുക്കാൻ പാടില്ല എഴുതുന്ന ആൾ. അതാണ് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. എന്താണോ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആ വിഷയം. ഇപ്പോൾ നമ്മൾ ഈ വചനാമൃതത്തിൽ ഭഗവാൻ പറയുന്ന ഓരോ കാര്യങ്ങളും, ആ ഭഗവാൻ പറയുന്ന കാര്യങ്ങളും സംഭവ വികാസങ്ങളെയും റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ആൾ ഇതിനെ വിമർശന ബുദ്ധിയോടുകൂടി നോക്കാൻ പാടില്ല. കാരണം അതേപടി പകർത്തണം. ഒരു പേനയുടെ ജോലിയെ ചെയ്യാവൂ. പേനയ്ക്ക് അത് ആരാണോ പിടിച്ചിരിക്കുന്ന ആ ആൾ എന്ത് ഉദ്ദേശിക്കുന്നോ അതാണ് എഴുതുക. അല്ല പേനയ്ക്ക് സ്വന്തമായൊരു കാഴ്ചപ്പാടൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ. അല്ലെങ്കിൽ ഒരു സൊനോഗ്രാഫിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മൈക്കിനെ സംബന്ധിച്ചിടത്തോളം മൈക്കിന് സ്വന്തമായി ഒന്നുമില്ല. ഈ പറയുന്ന ആളുടെ ശബ്ദം അതേപടി പുറത്തേക്ക് വിടുക മാത്രമാണ് മൈക്കിൻ്റെ ജോലി. അതുപോലെ ആയിരിക്കണം വചനാമൃതം റെക്കോർഡ് ചെയ്യുന്ന ആൾ. കാര്യം അയാൾക്ക് സ്വന്തമായി ഒരു കാഴ്ചപ്പാട് ഉണ്ടാകാൻ പാടില്ല. അതായത് സമ്പൂർണമായും അയാളൊരു ബ്ലാങ്കായ ആളായിരിക്കണം. അയാളുടെ ഉള്ളിൽ ഒന്നും പാടില്ല. എങ്കിൽ മാത്രമേ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുകയുള്ളൂ. ആ പറയുന്ന കാര്യങ്ങൾക്ക് മുകളിൽ അയാളുടേതായൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. അയാളുടെ ബ്രെയിനിൽ മറ്റൊരു ചിന്തയും കടന്നു വരാൻ പാടില്ല. ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി അങ്ങ് ഉൾക്കൊണ്ടുകൊള്ളുക. അങ്ങനെ ഒരു വ്യക്തിയെ മാറ്റിയെടുക്കുക എന്നുള്ള പ്രോസസ്സാണ് തുടക്കത്തിൽ നടക്കുന്നത്. നോക്കൂ, അങ്ങനെ ഒരു പ്രോസസ്സിന് വേണ്ടി തിരഞ്ഞെടുത്ത മഹേന്ദ്രനാഥ ഗുപ്ത, അല്ലെങ്കിൽ നമ്മൾ മാസ്റ്റർ മഹാശയൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ബ്രഹ്മസമാജം പോലുള്ള ഒരു ഘടനയുടെ ഭാഗമായി ഒക്കെ ബന്ധമുള്ള ഒരാൾ, മറ്റൊന്ന് ഒരു അധ്യാപകൻ, പിന്നൊന്ന് ധാരാളം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളയാൾ, അന്നത്തെ കൽക്കട്ടയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസം നേടുകയും ആ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്നയാൾ. ഇങ്ങനെയുള്ള ഒരാളെ അയാളുടെ ബ്രെയിനിൽ നിന്ന് സമ്പൂർണ്ണമായി എല്ലാം എടുത്തു മാറ്റുകയാണ്, അയാളിൽ നിന്ന് എല്ലാം മാറ്റുകയാണ്. അതൊരു സാധ്യമാകുന്നൊരു കാര്യമല്ല അന്നത്തെ കാലത്തെ സംബന്ധിച്ച്. ആരിൽ നിന്നും അങ്ങനെ പൂർണ്ണമായും ഒരു ഒഴിഞ്ഞ പാത്രമാക്കി മാറ്റുകയാണ് മഹേന്ദ്രനാഥ ഗുപ്തയെ. പക്ഷെ മഹേന്ദ്രനാഥ ഗുപ്തയ്ക്ക് ഇത്രയും ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണെന്നും കൂടെ ആലോചിക്കണം. അങ്ങനെ ഉള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളെ തിരഞ്ഞെടുത്ത് അയാളിലുള്ള വിജ്ഞാനം, അറിവ് എല്ലാം എടുത്ത് ദൂരെ കളയുകയാണ്. അത് ദൂരെ കളയുന്ന ജോലിയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് ഈ വചനാമൃത രചനയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. ആ 2-3 അധ്യായം, ആദ്യത്തെ 2-3 അധ്യായം ആകുന്നതോടുകൂടി ആ വ്യക്തിയെ കുറേശ്ശെ അതിനകത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ അറിവുകളെ മുഴുവനും എടുത്ത് വെളിയിൽ കളഞ്ഞ് പൂർണ്ണമായും ഒരു ഒഴിഞ്ഞ പാത്രമാക്കി മാറ്റും. മാസ്റ്റർ മഹാശയൻ്റെ ജീവിതം നമ്മൾ ഇതിനു മുമ്പ് പരിശോധിച്ചതാണ്. മാസ്റ്റർ മഹാശയൻ്റെ ജീവിതം കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. മാസ്റ്റർ മഹാശയൻ സ്വന്തം ബുദ്ധിയിൽ ഒന്നുമേ ചിന്തിക്കുന്നില്ല.
മാസ്റ്റർ മഹാശയന് സ്വന്തമായി ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റുമില്ല. മാസ്റ്റർ മഹാശയന് സ്വന്തമായി ഒന്നുമില്ല. ഒരേ ഒരു ലക്ഷ്യം, ഭഗവാൻ എന്ത് ചിന്തിക്കുന്നുവോ എന്ത് പറയുന്നുവോ അതിന് ഉപകരണമായി തീരുക എന്ന് മാത്രം. ഉപകരണം എന്ന് പറയുമ്പോൾ ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു ഡെഡ് ഉപകരണം പോലെയാണ്. അതിന് സ്വയം ഒന്നും ചിന്തിക്കുന്നില്ല. അവസാനം വരെ മാസ്റ്റർ മഹാശയൻ അവസാനം വരെയും അങ്ങനെയാണ്. ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷമുള്ള ജീവിതവും അങ്ങനെ തന്നെ തുടരുകയാണ്. സ്വന്തമായി ഒരു ചിന്തയോ ലക്ഷ്യമോ ഒന്നുമില്ല. സമ്പൂർണമായി ഭഗവാനെ ആലോചിച്ച് ഭഗവാന്റെ സാന്നിധ്യത്തെ ഉൾക്കൊണ്ട് ഭഗവാന്റെ ഒരു നിഴലായി നിൽക്കുകയാണ്. നിഴലിന് സ്വന്തമായി യാതൊരു ആക്ടിവിറ്റിയും ഇല്ല. ആ നിഴൽ എന്തിൻ്റെയാണോ ആ വസ്തുവിൻ്റെ ആക്ടിവിറ്റിയാണ് നിഴലിൻ്റെയും ആക്ടിവിറ്റി. അപ്പോൾ യഥാർത്ഥത്തിൽ നിഴൽ എന്ന് പറയുന്നതിൻ്റെ സമ്പൂർണ്ണ അർത്ഥം മാസ്റ്റർ മഹാശയനാവുകയാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു നിഴൽ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഈ വചനാമൃതത്തിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ആദ്യം നേരത്തെ പറഞ്ഞു, ഭഗവാൻ സംസാരിക്കുന്നതിനിടയിൽ പറയുന്നുണ്ട്, കുക്കു സാഹിബ് എന്നൊരാൾ കൽക്കത്തയിൽ എത്തിയിട്ടുണ്ട്, അയാൾ പ്രസംഗം ചെയ്യുന്നുണ്ടോ? കുക്ക് സാഹിബ് എന്നൊരാൾ. അപ്പോൾ മാസ്റ്റർ മഹാശയനോട് ചോദിച്ച ചോദ്യങ്ങൾ മാത്രം നമ്മൾ ഈ വചനാമൃതം എടുത്തിട്ട് മാസ്റ്റർ മഹാശയനോട് ചോദിച്ച ചോദ്യങ്ങൾ മാത്രം ഒരു പേപ്പറിൽ എഴുതി നോക്കുക. മാസ്റ്റർ മഹാശയനോട് ചോദിച്ച ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളുടെ ഒരു ചോദ്യാവലിയുടെ ഒരു ഘടന നോക്കുമ്പോൾ ഈ പ്രോസസ്സ് നമുക്ക് മനസ്സിലാവും. എങ്ങനെ ഈ ആളിൽ നിന്ന് സകലതും എടുത്ത് കളയാനുള്ള ഭഗവാൻ ഈ ആളെ പൂർണ്ണമായൊരു ഹോളോ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് എങ്ങനെയാണ് പ്രോസസ്സ് നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ചോദ്യം. അതിനാണ് കല്യാണം കഴിഞ്ഞ കാര്യവും മക്കളുടെ കാര്യമൊക്കെ ചോദിച്ച് വന്ന്, ഭാര്യയുടെ കാര്യമൊക്കെ ചോദിച്ചു വന്ന് പിന്നെ വരുന്നിടത്താണ് കുക്ക് സാഹിബ് എന്നൊരാൾ കൽക്കത്തയിൽ എത്തിയിട്ടുണ്ടോ, അയാൾ പ്രസംഗം ചെയ്യുന്നുണ്ടോ? എന്തിനായിരിക്കാം ഭഗവാൻ അങ്ങനൊരു ചോദ്യം? കാരണം ഇയാളുടെ മാസ്റ്റർ മഹാശയനിൽ നിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കിടക്കുന്നതെന്ന് എടുക്കുകയാണ്. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ കൽക്കട്ടയിൽ അന്ന് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ചോദ്യത്തിൽ പെടുന്നുണ്ട്. ഇപ്പം കുക്ക് സാഹിബിനെ പോലുള്ള ഒരാൾ കൽക്കത്തയിൽ പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ജോസഫ് കുക്ക് എന്ന് പറയുന്ന ആളാണ് ജോസഫ് കുക്ക്. ഈ ജോസഫ് കുക്കിനെ ഭഗവാന് നേരിട്ടറിയാം. വചനാമൃതത്തിൻ്റെ ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണ, ആ വചനാമൃതത്തിൻ്റെ ഇംഗ്ലീഷിലും ബംഗാളിയിലുമുള്ള ആ വെർഷനിൽ രണ്ടാമത്തെ വരി, തുടക്കത്തിലെ രണ്ടാമത്തെ വരി ഇംഗ്ലീഷിലും ബംഗാളിയിലും ഈ കുക്ക് സാഹിബിനെ കുറിച്ചാണ്. മലയാളത്തിൽ അതില്ല. അതാണ് ഒരു മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷനിൽ വന്നൊരു വ്യത്യാസം. അതായത് ബംഗാളിയിലും ഇംഗ്ലീഷിലും തുടങ്ങുമ്പോൾ മലയാളത്തിലും തുടങ്ങുന്നത് ആ തുടക്കത്തിൻ്റെ വാക്കുകളൊക്കെ ഒന്നാണ്. അതായത് ദക്ഷിണേശ്വരം കാളിക്ഷേത്രം 1882 മാർച്ച് മാസം എന്നാണ് ഇംഗ്ലീഷിൽ തുടങ്ങുന്നത്. ഇംഗ്ലീഷിൽ അങ്ങനെയാണ്. മലയാളത്തിലും ഫെബ്രുവരി 26 വെച്ചിട്ടുള്ള ആ ഡേറ്റ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ദക്ഷിണേശ്വരം കാളിക്ഷേത്രത്തെയാണ് ആദ്യമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതേസമയം ബംഗാളിയിലും ഇംഗ്ലീഷിലും വന്നപ്പോൾ രണ്ടാമത്തെ വരിയിൽ ഒരു ചെറിയ വ്യത്യാസം വന്നത്, അതായത് കേശവചന്ദ്രസേനും ജോസഫ് കുക്കുമായി ഠാക്കൂറിനൊപ്പം ശ്രീരാമകൃഷ്ണ ദേവനൊപ്പം സ്റ്റീമറിൽ പോയതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞിട്ടെന്നാണ്. അത് ആദ്യത്തെ വരിയിൽ തന്നെ, ഇംഗ്ലീഷിലും ബംഗാളിയിലും അത് ആദ്യ വരിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ അതില്ല. അപ്പോൾ കുക്ക് സാഹിബും കേശവചന്ദ്രസേനും ഒരുമിച്ച് ഭഗവാൻ സ്റ്റീമറിൽ പോയതിൻ്റെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് മാസ്റ്റർ മഹാശയൻ ദക്ഷിണേശ്വരത്ത് ആദ്യമായി എത്തുന്നത്. അതായത് 26-ാം തീയതിയാണ് മാസ്റ്റർ മഹാശയൻ എത്തുന്നത് എങ്കിൽ ഇവർ പോയത് 23-ാം തീയതി വ്യാഴാഴ്ചയാണ്. ഈ സ്റ്റീമറിൽ പോയത് 23-ാം തീയതി വ്യാഴാഴ്ചയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഭഗവാന്റെ ജന്മദിനാഘോഷം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളാണ് അതെല്ലാം. അപ്പോൾ ഇത് ജന്മദിന ആഘോഷം നടന്നു എന്നുള്ള വിവരം മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കുക്ക് സാഹിബും ഒരുമിച്ച് സ്റ്റീമറിൽ പോയ വിവരം തുടക്കത്തിൽ കൊടുത്തിട്ടില്ല. മലയാളത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. 23-ാം തീയതി വ്യാഴാഴ്ച കുക്ക് സാഹിബിൻ്റെ ഒപ്പം പോയ കാര്യം.
അപ്പോൾ 26-ാം തീയതി വന്ന മാസ്റ്റർ മഹാശയ 3 ദിവസം കഴിഞ്ഞ് വന്ന മാസ്റ്റർ മഹാശയനോട് കുക്ക് സാഹിബിനെ കുറിച്ചും കൂടെ ചോദിക്കുകയാണ് ഭഗവാൻ. കാര്യം ഇയാളുടെ കണ്ടംപററി ആയിട്ടുള്ള ഇയാളുടെ ആ ഒരു അറിവിൻ്റെ പശ്ചാത്തലം ഏത് തരത്തിലാണ് കിടക്കുന്നതെന്ന് ഭഗവാൻ അറിയണം. അറിഞ്ഞാൽ മാത്രമേ ഇയാളെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇയാളാണ് നമ്മുടെ ഗോസ്പൽ എഴുതേണ്ട ആൾ. പ്രധാനമായും ലേഖനകർത്താവാണ് ഈ മുമ്പിൽ ഇരിക്കുന്നത്. അത് മാഷമഹാശയന് പോലും അറിയില്ല താനാണ് ലേഖനകർത്താവ്. ഭഗവാൻ അതറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരാളെ എങ്ങനെ ഒരുക്കുന്നു എന്നുള്ളതാണ് തുടക്കത്തിൽ. അതുകൊണ്ടാണ് ചോദിച്ചത്, കുക്ക് സാഹിബിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അയാൾ പ്രസംഗം ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ, കൽക്കത്തയിൽ അയാൾ വന്നിട്ട് പോയി കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ സാങ്കത്യം അതാണ്. അപ്പോൾ ഇത് മാസ്റ്റർ പറഞ്ഞ മറുപടി, ഞാനും അങ്ങനെ കേട്ടു, എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊന്നും കേൾക്കുകയുണ്ടായില്ല, എനിക്ക് അദ്ദേഹത്തെ പറ്റി അധികമൊന്നും അറിഞ്ഞും കൂടാ എന്നുള്ള സത്യാവസ്ഥ മാസ്റ്റർ പറഞ്ഞു. നോക്കൂ, മാസ്റ്ററുടെ ഒരു സ്വഭാവം മാസ്റ്റർ ഇവിടെ അവതരിപ്പിക്കുകയാണ്. സത്യത്തിൽ ഈ മാസ്റ്റർക്ക് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊന്നും പുറമേ ആ കണ്ടംപററി ആയിട്ട് കാൽക്കട്ടയിൽ എന്തെല്ലാം നടക്കുന്നു, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം, എങ്ങനെയൊക്കെയാണ് കൽക്കട്ടയുടെ ആ സന്ദർഭത്തിൽ എങ്ങനെയാണെന്നുള്ളത് മാസ്റ്റർ അജ്ഞനാണ്. ഇത്തരം കാര്യങ്ങളിൽ മാസ്റ്റർ ശ്രദ്ധിക്കുന്നതേയില്ല. അതാണ് മാസ്റ്ററുടെ ഒരു പ്രത്യേകത. മാസ്റ്റർക്ക് സ്വാഭാവികമായി തൻ്റെ വീടും സ്കൂളും തമ്മിലുള്ള ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പോൾ മാത്രമല്ല, കൂട്ടുകുടുംബത്തിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും പേറുന്നതിൻ്റെ ഒരു മാനസികാവസ്ഥയും കൂടെ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഒരു പൊതുസമൂഹത്തിലുള്ള അറിവ്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ള അറിവ് മാസ്റ്ററെ സംബന്ധിച്ച് വളരെ കുറവാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. കാര്യം ഭഗവാൻ അതറിയാം, പക്ഷെ മാസ്റ്റർക്ക് ഈ കുക്ക് സാഹിബ് വന്നതോ പ്രസംഗിച്ചോ ഒന്നും അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം കേട്ടിട്ട് പോലുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഇത് കുക്ക് സാഹിബിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ പറഞ്ഞു, കേശവൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. കേശവന് അസുഖമായതിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പോലും മാസ്റ്റർ മഹാശയന് കേശവൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല. നോക്കൂ, കേശവചന്ദ്രസേനൻ മാസ്റ്ററുടെ ഭാര്യയുടെ കസിൻ അല്ലെങ്കിൽ അമ്മാവൻ്റെ സ്ഥാനത്ത് വരുന്ന ആളാണ്. കേശവചന്ദ്രസേനൻ്റെ കസിൻ ബ്രദറിൻ്റെ മകളാണ് നികുഞ്ചാദേവി, മാസ്റ്ററുടെ ഭാര്യ. അങ്ങനെയുള്ള കേശവചന്ദ്രസേനൻ വെറും സാധാരണ ഒരു വ്യക്തിയല്ല. കേശവചന്ദ്രസേനൻ കൽക്കട്ടയിൽ ഏറ്റവും തല ഉയർത്തി നിൽക്കുന്ന വലിയ നേതാവ്. അങ്ങനെയുള്ളൊരു നേതാവിൻ്റെ അനന്തരവളെയാണ് ഈ മാസ്റ്റർ കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ മാസ്റ്റർക്ക് പോലും കേശവചന്ദ്രസേനൻ്റെ അവസ്ഥയെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഇയാൾ എത്രമാത്രമാണ് ഈ മാസ്റ്റർക്ക് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. മാത്രമല്ല, 82 മാസ്റ്റർ ഈ ദക്ഷിണേശ്വരത്ത് വരുമ്പോൾ 75 മുതൽ 82 വരെയുള്ള ഏതാണ്ട് 5-6 വർഷത്തിനിടയിൽ കൽക്കട്ടയിലെ പ്രമുഖമായ പത്രങ്ങളിലും മാസികകളിലും എല്ലാം രാമകൃഷ്ണ പരമഹംസരെക്കുറിച്ചുള്ള ലേഖനങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. വിവേകാനന്ദൻ്റെ അധ്യാപകൻ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷുകാരുൾപ്പെടെയുള്ളവർക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ അവർ സമൂഹത്തിൽ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചുള്ള ഇത്തരം റൈറ്റപ്പുകളൊക്കെ പത്രങ്ങളിൽ വന്ന് ഇതൊന്നും ഈ വലിയ വായനയുടെ അർത്ഥം പറയുന്ന ഈ മഹേന്ദ്രനാഥ ഗുപ്ത അറിയുന്ന പോലുമില്ല. അതുകൊണ്ടാണല്ലോ 82 ഫെബ്രുവരി 26 ദക്ഷിണേശ്വരത്ത് വരുമ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരമഹംസൻ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ ഇദ്ദേഹം അറിയുന്നത്. ഒരു അറിവുമില്ല. അപ്പോൾ ടോട്ടലി ഈ മാസ്റ്റർ മഹാശയൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം അറിയാത്ത ഒരാളാണ്. ഒരു പൊതുസമൂഹത്തിൽ നടക്കുന്ന ഒന്നും അറിയാത്ത ഒരാൾ. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരാളെയാണ് മാസ്റ്റർ ഭഗവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാര്യം ഇയാളുടെ ഉള്ളിൽ ഇയാളുടേതായ ഒന്നുമില്ല. ഇയാളുടേതായ ഒരു നിഗമനങ്ങളില്ല, വിമർശന ബുദ്ധിയില്ല, അറിവിൻ്റെ ഒരു ഭണ്ഡാകാരമൊന്നുമല്ല ഇയാൾ. അപ്പോൾ ഇയാൾ എങ്ങനെ വേണേൽ മോൾഡ് ചെയ്യാം, ഇയാൾ എങ്ങനെ വേണേൽ മാറ്റാം. അതുകൊണ്ടാണ് മാസ്റ്റർ മഹാശയനെ, ഈ മഹേന്ദ്രനാഥ ഗുപ്തയെ തൻ്റെ എഴുത്തുകാരനായി ഭഗവാൻ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം പോലും ഇദ്ദേഹത്തിന് അറിയില്ല. അതാണ് മാസ്റ്റർ മഹാശയൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു എഴുത്തുകാരനെയാണ് ഭഗവാൻ കണ്ടെത്തിയത്. പിന്നെ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പശ്ചാത്തലത്തിലാണ് എഴുത്തുകാരനെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത ഇതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കിയാൽ
കേശവൻ എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ കേശവചന്ദ്രസേനും ശ്രീരാമകൃഷ്ണദേവനും തമ്മിലുള്ള ബന്ധം അവതാരകഥയിൽ വളരെ സുപ്രധാനമായ ഒരധ്യായമാണ്. കേശവൻ എന്ന് പറയുന്നു എങ്കിലും ആ കേശവചന്ദ്രസേനും ശ്രീരാമകൃഷ്ണദേവനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ അവതാര കഥയിലെ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ്. ഒരുപക്ഷെ ഭഗവാൻ ഏറ്റവും കൂടുതൽ തൻ്റെ ഒരു സുഹൃത്തെന്നുള്ള നിലയിൽ ഉൾക്കൊണ്ട ഒരാളാണ് കേശവചന്ദ്രസേനൻ. അത്തരമൊരു ബന്ധം മറ്റാരുമായിട്ടും ഭഗവാൻ പാലിക്കുന്നില്ല. കേശവചന്ദ്രസേനോട് മാത്രമാണ് ഒരു സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെയും ഒരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ ഒരേ പ്രായത്തിലുള്ളവർ എന്നുള്ള രീതിയിലുള്ള ആ ഒരു പരിഗണന. അതിന് കാരണം കേശവചന്ദ്രസേനൻ വലിയൊരു നേതാവാണെന്നുള്ള കാര്യം മാത്രമല്ല, കേശവചന്ദ്രസേനെ പോലുള്ള ഇത്രയും വലിയ, നമ്മൾ കഴിഞ്ഞ തവണ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. അങ്ങനെ ഒരാളെയാണ് ഭഗവാൻ ആദ്യമായി തൻ്റെ ആ അവതാര നിയോഗത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നിയോഗിക്കുന്നത്. കേശവചന്ദ്രസേനെ പോലുള്ള ഏറ്റവും ഉയർന്ന ആളെ തന്നെയാണ് പിടിച്ചത്. അപ്പോൾ ഇതാണ് ഈ കേശവചന്ദ്രസേൻ ആയിട്ടുള്ള ബന്ധം വരുന്നത്. വചനാമൃത രചനയുടെ ഏതാണ്ട് 2 വർഷം ആകുമ്പോഴേക്കും കേശവചന്ദ്രസേനൻ മരിക്കുകയും ചെയ്യുന്നു. അപ്പം അതിനു മുമ്പുള്ള ആ ഒരു ചെറിയ കാലഘട്ടത്തിലാണ് കേശവചന്ദ്രസേനെ കുറിച്ച് വചനാമൃതത്തിൽ പോലും പരാമർശിക്കുന്നത്. അപ്പോൾ കേശവചന്ദ്രസേനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അത് കേശവചന്ദ്രസേൻ്റെ ഭാഗത്തും മാസ്റ്റർമഹാശയൻ്റെ ഭാഗത്തും നമ്മളത് കണ്ടതാണ്. ആ ബ്രഹ്മസമാജം പോലുള്ള ആ സംഘടനയുടെ പിൻബലവും മറ്റു കാര്യങ്ങളും നമ്മൾ അവിടെ കണ്ടതാണ്. അപ്പോൾ അത്തരമുള്ള ഒരു വലിയ സാമൂഹിക പരിഷ്കരണ ഒരു സംഘടനയെ പോലും തൻ്റെ അവതാര ലക്ഷ്യത്തിന് വേണ്ടി ആ ഒരു ടൂളായി മാറ്റാൻ ഭഗവാന് നിസ്സാരമായി കഴിഞ്ഞു. വളരെ നിഷ്പ്രയാസം കഴിഞ്ഞു. വലിയ ഒരു പണ്ഡിത ലോകമാണെന്ന് ധരിക്കുന്നവരാണവർ. അപ്പോൾ അക്ഷരം പോലും കൂട്ടി വായിക്കാനോ എഴുതാനോ അറിയാത്ത വെറുമൊരു ദക്ഷിണേശ്വരത്തെ പൂജാരി എന്നുള്ള ഭാവത്തിലിരിക്കുന്ന ഭഗവാന് വളരെ പെട്ടെന്നാണ് ഇത് സാധ്യമായത്. അപ്പോൾ വചനാമൃതത്തിൻ്റെ ആസ്വാദ്യത എന്നത് ഇങ്ങനെയുള്ള ഒട്ടനവധി വിശദാംശങ്ങൾ കൂടി വായനക്കാരൻ ഗ്രഹിക്കുമ്പോഴാണ്. എങ്ങനെ? നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ കണ്ടുവരുന്ന ഈ വ്യക്തികളുടെ ബാക്ക്ഗ്രൗണ്ട് കൂടെ നമ്മൾ ബോധ്യപ്പെടുമ്പോഴാണ് വചനാമൃതത്തിൻ്റെ ആ ആസ്വാദ്യത വർദ്ധിച്ചു വരുന്നത്. അതിൻ്റെ ആ ഒരു ഉള്ളറകളിലേക്ക് പോകാൻ നമുക്ക് സാധ്യമാകുന്നത് ഇത്തരം വ്യക്തിത്വങ്ങളിൽ, ഇതിൽ കടന്നു വരുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും പ്രത്യേകം നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ആസ്വാദ്യതയുടെ തലം വർദ്ധിച്ചു വരുന്നത്. അങ്ങനെയുള്ള വിശദാംശങ്ങൾ ഗ്രഹിച്ച് കഴിയുമ്പോഴാണ് സ്വാഭാവികമായി നമുക്ക് ചില സംശയങ്ങളുണ്ടാകും. അതാണ് ഇതിനകത്ത് ഈ വചനാമൃത വായനയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഏതൊരു പുസ്തകം നമ്മൾ വായിച്ചാലും നമുക്ക് നമ്മുടേതായ ഒരു അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പലതരം വിമർശന ബുദ്ധി പ്രവർത്തിച്ചു വരും നമുക്ക്. കാര്യം അതിൻ്റെ ഓരോ കാര്യങ്ങളിലും വരും വിമർശന ബുദ്ധി മനുഷ്യ സഹജമാണ്. നമ്മൾ ഏതൊരു പുസ്തകം വായിക്കുമ്പോഴും ഏതൊരു ഗ്രന്ഥം വായിക്കുമ്പോഴും നമ്മളിലുള്ള ഒരു വിമർശകൻ ഉണർന്നു വരും. എന്നിട്ട് ഓരോന്നിനും നമ്മുടേതായ ഒരു ക്ലാരിഫിക്കേഷൻ കണ്ടെത്താൻ നമ്മുടെ ബുദ്ധി ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മളൊരു പുസ്തകത്തെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ ആ പുസ്തകത്തോട് ആഭിമുഖ്യം തോന്നുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ വചനാമൃതത്തിൻ്റെ ഒരു പ്രത്യേകത, മാസ്റ്റർ മഹാശയനെ എങ്ങനെയാണോ ഭഗവാൻ കണ്ടെത്തിയത്, ആ മാസ്റ്റർ മഹാശയൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ള ഒരു ബോധ്യതലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളും ഈ വചനാമൃതം വായിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ആസ്വാദ്യത ലഭ്യമാകൂ. ആ വചനാമൃതത്തിൻ്റെ ആസ്വാദ്യത കാര്യം, അത് വായിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന അതാണ് അമൃതം എന്ന് പറയുന്ന ആ തേനിൻ്റെ മാധുര്യം. ആ തേൻ എവിടുന്ന് വരുന്നു, തേൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നുള്ളതിൻ്റെ സാങ്കേതികതയിലേക്കൊന്നും അല്ല നമ്മൾ പോകുന്നത്. പകരം ആ തേൻ്റെ മാധുര്യമാണ് നമ്മളെ കീഴടക്കുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് വചനാമൃതത്തിൻ്റെ മാധുര്യമാണ് നമ്മളെ കീഴടക്കുന്നത്. അതിൻ്റെ മറ്റുള്ള ആ ഒരു ഉള്ളറകളിലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്കൊന്നും പോകാതെ തന്നെ നമുക്കിത് ആസ്വാദ്യകരമാകും. അതേസമയം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, ഇതിൽ വരുന്ന കഥാപാത്രങ്ങളെക്കുറിച്ചും ഈ കഥാസന്ദർഭങ്ങളെക്കുറിച്ചും അതെങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് ഇതിൻ്റെ ആസ്വാദ്യത കൂടി വരുന്നത്.
അപ്പോൾ ഇത് വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകേണ്ട കുറച്ച് സംശയങ്ങൾ. മാഷ്ടമഹാശയൻ ആദ്യമായിട്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന പേര് കേൾക്കുന്നത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. ഇത് സിദ്ധു പറയുമ്പോഴാണ് ഇദ്ദേഹം അങ്ങനെ ഒരു പേരിനെക്കുറിച്ച് ബോധ്യം വരുന്നത് തന്നെ. സിദ്ധു തന്നെ പറയുന്നത് ഒരു പരമഹംസൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സിദ്ധു ഇത് പറയുമ്പോൾ മാഷ്ടമഹാശയന് ശ്രീരാമകൃഷ്ണദേവൻ എന്നുള്ള പേരോ അല്ലെങ്കിൽ ദക്ഷിണേശ്വരത്ത് ഇങ്ങനെ ഒരു ആളുണ്ടെന്നുള്ള ധാരണയൊന്നും മാഷ്ടമഹാശയൻ്റെ അടുത്ത് പോയിട്ടേ ഇല്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാം ഇത്രയും സ്കൂളിലെ അധ്യാപകനാണ്. ഞാനതാണ് കുറച്ച് മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ. കേശവചന്ദ്രസേൻ്റെ അനന്തരവേള കല്യാണം കഴിച്ച ആൾ, ബ്രഹ്മസമാജത്തിലെ അംഗമായിരുന്ന ആൾ, പൊതുവെ ഒരു അധ്യാപകനായിരുന്ന ആൾ, വായനയൊക്കെ കൂടുതൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള ആൾ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഭഗവാനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ പത്രങ്ങളിലൊക്കെ ഇത്രയധികം വന്നിട്ടും കാണാതെ പോയത് എന്ന് നോക്കുന്നിടത്താണ് എത്രമാത്രം ഒരു ഒഴിഞ്ഞ പാത്രമാണ്, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഒരാൾ എന്നുള്ളൊരു ഭാവത്തിലുള്ള ഒരു ആൾ എന്നുള്ള രീതിയിലാണ് മാഷ്ടമഹാശയൻ നിലകൊള്ളുന്നത് ഇതിനകത്ത്. ഇത് മാഷ്ടമഹാശയൻ തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അതാണ് ഇതിനകത്തെ രസം. മാഷ്ടമഹാശയൻ തന്നെയാണ് തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുപോലെ അത് മുഴുവൻ ആസ്വദിക്കണം. അതെ 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 അതാണ് നേരത്തെ പറഞ്ഞത്. അതിൻ്റെ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ നമ്മൾ മാഷ്ടമഹാശയൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് വേണം, മാഷ്ടമഹാശയൻ എങ്ങനെയായിരുന്നു ആ തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മളിത് വായിക്കാൻ. അതാണ് നേരത്തെ അത് പറഞ്ഞത്. അപ്പോൾ മാഷ്ടമഹാശയൻ എന്ന് പറയുന്ന ആളുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ഘടന. മറ്റൊന്ന്, ബ്രഹ്മസമാജവും കേശവചന്ദ്രസേനെ അറിയാവുന്ന വിദ്യാസമ്പന്നനായ അധ്യാപകനായ മാസ്റ്റർക്ക് എന്തുകൊണ്ടാണ് ഈ അങ്ങനെയുള്ള ഒരാളിൽ അഹന്തയുടെ അംശം വളരെ കൂടുതലാണ്. അതായത് ഒന്നും അറിയില്ല എന്നാൽ എല്ലാം അറിയാവുന്ന ഭാവം. ഇതാണ് മാഷ്ടമഹാശയൻ്റെ അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥ. ഇത് ശ്രീരാമകൃഷ്ണദേവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാം അറിയാവുന്ന ഭാവം എന്നാൽ ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഭാര്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പോലും അവിദ്യ അല്ലെങ്കിൽ അങ്ങനെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതാണ്, അറിവില്ലാത്തവളാണെന്ന് വളരെ ഇതോടുകൂടി പറഞ്ഞത്. അതുപോലും ഭഗവാൻ പറിച്ചെറിയുകയായിരുന്നു അതിന് അപ്പോൾ ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ കുറേ അറിവില്ലായ്മകളുടെ അല്ലെങ്കിൽ അഹന്തയുടെ ഒരു കുറേ അംശങ്ങൾ ഇയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇത് തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് മാഷ്ടമഹാശയൻ തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മാഷ്ടമഹാശയൻ മഹേന്ദ്രനാഥ ഗുപ്ത മാറി നിന്നുകൊണ്ട് മാസ്റ്റർ എന്നുള്ള എം എന്നുള്ള വേറൊരു കഥാപാത്രത്തെ ആരോപിച്ചുകൊണ്ട് എഴുതിയത്. കാര്യം ഈ എമ്മിന് യാതൊരു വിവരവും ഇല്ലാത്തവൻ എന്നുള്ള രീതിയിലാണ് മഹേന്ദ്രനാഥ ഗുപ്തയിലെ എഴുത്തുകാരൻ എമ്മിനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എം എന്നുള്ള ആ കഥാപാത്രത്തെ തന്നെ, ഈ ഗോസ്പലിലെ ആ കഥാപാത്രത്തെ തന്നെ മാസ്റ്റർ മഹേന്ദ്രനാഥ ഗുപ്ത വിമർശന ബുദ്ധിയോടെയാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് മനസ്സിലായത് ഇയാൾക്ക് പറയത്തക്ക വലിയ ബോധതലത്തിലില്ലാത്ത ആളാണെന്ന് നമ്മെ ബോധ്യപ്പെടുക. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ എന്നുള്ളൊരു ധാരണ അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അങ്ങനെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടത്. പിന്നെ ഈ കേശവചന്ദ്രസേൻ്റെ ഒരു സഹോദരൻ്റെ മകളെ വിവാഹം ചെയ്യുമ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഉണ്ടാകേണ്ട അറിവൊന്നും ഈ മാഷ്ടമഹാശയൻ ഒരിടത്ത് പ്രകടിപ്പിച്ച് കണ്ടിട്ടില്ല. ഈ വചനാമൃതത്തിലെ ഒരു ഭാഗത്തും അത് പ്രകടിപ്പിച്ചിട്ടേയില്ല. ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഉടനീളം അങ്ങനെയാണ് മാഷ്ടമഹാശയൻ്റെ ഇതിനകത്ത്. ഒന്നിനും പ്രത്യേകിച്ച് ഒരു താല്പര്യങ്ങളും ഇല്ലാത്ത, ഒന്നും ഇല്ലാത്ത ഒരാൾ, ഒരു കാര്യമില്ല, ഒരു ചോദ്യം അങ്ങോട്ടുമില്ല, ഒരു ഉത്തരം ഇങ്ങോട്ടുമില്ല, ആരോടൊന്നും പറയാനുമില്ല. ഇങ്ങനെ ഒരു ഇന്നസെൻ്റായ ഒരാളായിട്ട് ഇങ്ങനെയാണ് ഇത് ഉടനീളം നിലനിർത്തിയിരിക്കുന്നത് ഈ മാഷ്ടമഹാശയൻ എന്നുള്ള കഥാപാത്രത്തെ, നമ്മുടെ മഹേന്ദ്രനാഥ ഗുപ്ത. അപ്പോൾ ഇത് എന്തോ അതെ 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 അതെ. അപ്പോൾ ഈ തരത്തിൽ അപ്പോൾ നമ്മൾ വായനയിൽ ഇത്തരം സംശയങ്ങളാണ് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഈ വായനയുടെ ആസ്വാദ്യത കൂടിക്കൂടി വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഓരോരുത്തരെയും നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഈ വിധത്തിൽ നമ്മൾ ഇവരെ കാണുമ്പോഴാണ്. വചനാമൃത രചനയെ ഏറ്റവും മഹത്തരമാക്കുന്നതിനുള്ള ട്രെയിനിങ് ഭഗവാൻ തുടക്കത്തിലേ നൽകുന്നു എന്നാണ്. വചനാമൃത രചന നടത്തേണ്ടത് ഇയാളാണെന്നും അത് തൻ്റെ ദേഹത്യാഗത്തിന് ശേഷം 20 വർഷം കഴിഞ്ഞ് നിർവഹിക്കപ്പെടേണ്ട ഒരു ജോലിയാണെന്നും ആ സമയത്തേക്ക് ഇദ്ദേഹം വളരെ ട്രെയിൻഡ് ആയിരുന്നില്ല എങ്കിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ എഴുത്ത് അങ്ങനെ ഒരു ഗോസ്പൽ എഴുതി കഴിയുമ്പോൾ ഒരുപാട് വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ വരും ലോകത്ത് ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇട കൊടുക്കരുത്. ഭഗവാൻ എന്താണോ പറഞ്ഞത്, എന്താണോ ചിന്തിച്ചതെന്നുള്ളതിനൊരു തെറ്റിദ്ധാരണ വരും ലോകത്തിന് വരരുത് എന്നുള്ള അർത്ഥത്തിൽ
വളരെ കഠിനമായ ട്രെയിനിങ് ആണ് തുടക്കത്തിൽ തന്നെ ഭഗവാൻ കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അതെങ്ങനെയാണ്? അപ്പോൾ ഒന്നാം ഭാഗം വരുന്ന ഗുരുവും ശിഷ്യനും എന്നുള്ള ആ അധ്യായം, അതിൽ ആ ഒന്നാം ഭാഗത്തിലെ ആ ആദ്യത്തെ അധ്യായം ഗുരുവും ശിഷ്യനും അതിലാണ് തുടങ്ങുന്നത്. 8-ാം അധ്യായത്തിൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. 8-ാം അധ്യായത്തിൽ, അതായത് ഒന്നാം ഭാഗത്തിൻ്റെ ഒന്നാമത്തെ ആ ഭാഗത്തിൽ 8-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണത്? നരേന്ദ്രനോടും മാസ്റ്ററോടും ഭഗവാൻ ഇംഗ്ലീഷിൽ തർക്കിക്കാൻ പറയുന്നുണ്ട്. 8-ാം അധ്യായം അവസാനിക്കുന്നത് അങ്ങനെയാണ്. ഇംഗ്ലീഷിൽ തർക്കിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗുരുദേവൻ്റെ മുന്നിൽ മാസ്റ്റർക്ക് ഇംഗ്ലീഷിൽ തർക്കിക്കാൻ വയ്യ, വളരെ അതിനുള്ള ശക്തിയില്ല, ഒരു സങ്കോചം. അപ്പോൾ ഗുരുദേവൻ്റെ മുന്നിൽ മാസ്റ്റർക്ക് ഇംഗ്ലീഷിൽ തർക്കിക്കാൻ വയ്യ. തർക്കവാസന നിശേഷം നശിച്ചുപോയി ഇതിനകം. ഈ 8-ാം അധ്യായം എത്തിയപ്പോഴേക്കും തുടക്കത്തിലെ കൽക്കട്ടക്കാരൻ്റെ എല്ലാ അഹംഭാവത്തോടു കൂടിയും തർക്കിച്ചു വന്ന ആളാണെന്ന് ആലോചിച്ച് നോക്കണം. ലോകത്ത് മറ്റാർക്കും വിവരമില്ല, എനിക്ക് മാത്രമേ വിവരമുള്ളൂ എന്നുള്ള മട്ടിൽ വന്ന ഒരാളാണ്. ആ ആൾ 8-ാം അധ്യായത്തിൻ്റെ അവസാനം എത്തുമ്പോൾ തൻ്റെ തർക്കവാസന നിശേഷം നശിച്ചു പോയിരുന്നു. ഇത് മാഷ്ടമഹാശയനാണ് എഴുതിയിരിക്കുന്നത്. മഹാഷ്ടമഹാശയൻ എഴുതി വച്ചിരിക്കുകയാണ് തൻ്റെ അതായത് മാഷ്ടമഹാശയനത് മനസ്സിലായി, തൻ്റെ തർക്കവാസന മുഴുവനും നശിച്ചു പോയിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ തർക്കവിചാരം ചെയ്യും? തൻ്റെ ഇനി ഒന്നുമില്ല, അങ്ങോട്ടൊരു ചോദ്യം ഇനി ഈ ജീവിതത്തിലില്ല, അങ്ങോട്ടൊരു ഒരു സ്റ്റാൻഡ് പോലുമില്ല, എല്ലാം അവസാനിച്ചു, ബ്ലാങ്കായി. 8-ാം അധ്യായം ആയപ്പോഴേക്കും, ഒന്നാം ഭാഗത്തിൻ്റെ 8-ാം അധ്യായം ആയപ്പോഴേക്കും മാസ്റ്റർമഹാശയൻ പൂർണ്ണമായും തൻ്റെ ഉള്ളിലുള്ള എല്ലാം ഇല്ലാതായി കഴിഞ്ഞിരിക്കും, പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് മാസ്റ്റർമഹാശയൻ തന്നെയാണ് എഴുതി. എല്ലാം തൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം പിന്നെ എങ്ങനെ നിശേഷം നശിച്ചു പോയിരിക്കുന്നു. അങ്ങനെയാണ് മാസ്റ്റർ ഇംഗ്ലീഷിൽ, ശ്രീരാമകൃഷ്ണദേവൻ പിന്നെയും നിർബന്ധിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ ഇവർ തമ്മിൽ തർക്കിക്കാനായിട്ട്. പക്ഷേ മാസ്റ്റർ ഇംഗ്ലീഷിൽ തർക്കിക്കാൻ പോയില്ല, ഭഗവാൻ പറഞ്ഞിട്ടും. ഇത് മാസ്റ്ററുടെ ഒരു കുറ്റസമ്മതമാണ്. ഇതാണ് മാസ്റ്ററുടെ ഒരു കുറ്റസമ്മതം. കാരണം തുടക്കത്തിൽ കണ്ട മാസ്റ്ററല്ല ഇപ്പോൾ, ഈ 8-ാം അധ്യായത്തിൽ എത്തുമ്പോൾ തുടക്കത്തിൽ കണ്ട മാസ്റ്ററല്ല. ഇത് ഭഗവാൻ ഇത് നന്നായിട്ടറിയാം, അതുകൊണ്ടാണ് തർക്കിക്കാൻ പറയുന്നത്. ഇനി ഇവൻ്റെ ഉള്ളിൽ എന്തൊക്കെ തർക്കവാസനകളാണ് കിടക്കുന്നതെന്നുള്ള ലാസ്റ്റ് പോയിന്റ് വരെ പുറത്തെടുക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് തർക്കിക്കുക. അല്ല, ഭഗവാൻ ഇതിപ്പം ഇവർ തർക്കിക്കണ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവരെ കൊണ്ട് തർക്കിപ്പിക്കുന്നു, അതും നരേന്ദ്രനോടാണ് തർക്കിക്കേണ്ടത്. നരേന്ദ്രൻ ആ സമയത്ത് നരേന്ദ്രന് ഈ പറഞ്ഞ അവസ്ഥയിലൊന്നും എത്തിയിട്ടില്ല. അപ്പോഴും ഇവിടെ ഭഗവാന്റെ അടുത്ത് എത്തണമെന്നോ അല്ലെങ്കിൽ ഇതൊന്നും നരേന്ദ്രൻ്റെ ഇതിലില്ല. അങ്ങനെയുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് നരേന്ദ്രൻ. അപ്പം അതിന് അഗ്രഗണ്യനാണ് തർക്കിക്കാൻ. അപ്പം അങ്ങനെയുള്ള നരേന്ദ്രനുമായിട്ടൊന്ന് തർക്കിച്ച് വരാനായിട്ട് ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് ഇനി എന്തെങ്കിലും ഈ മാഷ്ടമഹാശയൻ്റെ ഉള്ളിൽ ഈ തർക്കിക്കുമ്പോഴാണ് നമുക്കൊരാളുടെ ഉള്ളുകള്ളി ചെമ്പ് പുറത്താകുന്നത് എന്ന് പറയുന്നത്. ഒരാൾ തർക്കിക്കാൻ തുടങ്ങുമ്പോഴാണ് അയാളുടെ ഒറിജിനൽ സാധനം പുറത്തേക്ക് വരും. കാര്യം ജയിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഭഗവാൻ പറഞ്ഞപ്പോൾ മാസ്റ്റർ മഹാശയൻ തർക്കിച്ച് അങ്ങനെയാണ് അയാളെ ആ ഉള്ളിലുള്ള എല്ലാം ഓരോന്നായിട്ട് ഒഴിവാക്കി എടുക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് വചനാമൃതം എഴുതുന്നയാളിൽ തർക്കവാസന ഉണ്ടാകാൻ പാടില്ല എന്ന് ഭഗവാന് നിർബന്ധമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ഈ തർക്കവാസന ഉള്ളിൽ കിടക്കുമ്പോൾ ഇനി ഭഗവാൻ പറയാൻ പോകുന്ന വചനാമൃതം എഴുതാൻ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അത് ഗ്രഹിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇനി ഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ ഇയാളോട് വേണം പറയാൻ, അല്ലെങ്കിൽ ഇയാളുടെ സാന്നിധ്യത്തിൽ വേണം ഇതൊക്കെ പറയാൻ ഭഗവാൻ ഇനി വരാവുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ പറയുമ്പോൾ ഇയാൾക്കൊരു തർക്കവാസന ഉണ്ടെങ്കിൽ, വിമർശന ബുദ്ധി ഉണ്ടെങ്കിൽ, ഇയാൾക്ക് അത് വെച്ച് ഇയാൾ സ്വന്തം നിലയ്ക്ക് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ എന്തോ അത് അതേപടി ഇനി വരുന്ന ലോകത്തിന് മനസ്സിലാകാതെ പോകും. അത് മഹേന്ദ്രനാഥ ഗുപ്തയുടെ എഡിറ്റിങ്ങിൽ കൂടെ വന്നതായി പോകും. അങ്ങനെയാണല്ലോ ഒരു എഡിറ്ററുടെ ഇടയ്ക്ക് വരുന്നൊരു ഘടന. അതാണ് ഒരു എഡിറ്ററുടെ സാന്നിധ്യം കൂടെ അതിനകത്ത് വന്നാൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ലോകത്തിന് കിട്ടാതെ പോകും. അതുകൊണ്ടാണ് മാസ്റ്റർ മഹാശയനിലെ തർക്കവാസനയെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് പറഞ്ഞതും
ആ തർക്കം നടന്നില്ല എന്ന് പറയുമ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ബോധ്യമായി ഇനി ഇയാളുടെ ഉള്ളിൽ അധികം ഒന്നും കിടപ്പില്ല, ക്ലീനായി തുടങ്ങി എന്ന് മനസ്സിലാക്കുന്ന അവിടെ വെച്ചാണ്. അങ്ങനെയല്ലേ സാറേ, ബാക്കി എല്ലാ ഗോസ്പലുകളും, അതായത് ഇപ്പൊ യേശുവിന്റെ വചനങ്ങളാണെങ്കിലും വള്ളായുടെ വചനങ്ങളാണെങ്കിലും ഒക്കെ എഡിറ്റർ വെർഷനാണ്. കാര്യം അത് അവരുടെ സാന്നിധ്യത്തിൽ എഴുതിയതല്ല, അതൊക്കെ ഇവർ എഡിറ്റ് ചെയ്ത് എഴുതിയതാണ്. അതെ. ഇവിടെ ഇത് സാന്നിധ്യത്തിലല്ല എഴുതിയത്, പക്ഷെ സാന്നിധ്യത്തിലാണ് ഇത് നോട്ട് ചെയ്യപ്പെട്ടത്. പക്ഷെ അത് ഭഗവാന് നന്നായിട്ടറിയാം. ഇത് പിന്നീട് 2 പതിറ്റാണ്ട് കഴിഞ്ഞാണ് ഇത് എഴുതപ്പെടേണ്ടത്. അന്ന് സ്വാഭാവികമായി ഏത് മനുഷ്യനെ സംബന്ധിച്ചും 2 പതിറ്റാണ്ട് കഴിയുമ്പോൾ കേട്ട കാര്യം നേരെ തലതിരിയും. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു കാര്യം കേട്ട് വേറൊരാളോട് പറയുമ്പോൾ പകുതി അതിൻ്റെ ചോർന്നു പോകും. ഇത് നമ്മൾ ഈ ചില ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് 20 വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു വരി പോലും ഒരു കുത്തും കോമ പോലും നഷ്ടപ്പെടാതെ സമൂഹത്തിന് കിട്ടണം. അപ്പോൾ എത്രമാത്രമാണ് ഈ വ്യക്തിയെ പ്യൂരിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതെ, ഇപ്പോഴും അതേപോലെ കിട്ടി. ഭഗവാൻ പറഞ്ഞ ആ കുത്തും കോമയും ആ തമാശയും അല്ലെങ്കിൽ ആ മൂളലും എല്ലാം, എന്തിന് അംഗചലനങ്ങൾ വരെ നമുക്ക് കിട്ടി. അപ്പോൾ ഭഗവാൻ എങ്ങോട്ട് നോക്കി, എങ്ങനെ പ്രവർത്തിച്ചു, ഇതെല്ലാം ഇതിനകത്ത് നോട്ട് ചെയ്യപ്പെട്ടിരിക്കുക. അതാണ് ഈ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ മാസ്റ്റർ മഹാശയൻ പ്രവർത്തിക്കുന്നത്. ഒന്നും അറിയില്ല. ഭഗവാൻ എങ്ങോട്ടാണോ നോക്കുന്നത് അത് എഴുതി വെക്കുക, ഭഗവാൻ ഇങ്ങോട്ടാണോ നോക്കുന്നത്, മുണ്ട് എവിടെ ഉടുക്കുന്നുണ്ടോ ഇങ്ങനെ ഓരോന്നും, അത് വരുന്ന ഓരോ ഭാഗവും ഭഗവാന്റെ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൻ്റെ ഓരോ അംശങ്ങളും അതേപടി ഒരു മാറ്റവുമില്ലാതെ ഒന്നും കൂട്ടിച്ചേർത്തിട്ടുമില്ല, ഒന്നും പോയിട്ടുമില്ല. പച്ചയായ രീതിയിൽ ആ ഭാഷയിൽ അത് എഴുതി. അതാണ് മാസ്റ്റർ മഹാശയനെ. കാര്യം അതല്ലാതെ ഈ എഴുത്തുകാരനായ ഒരാളെ വിളിച്ചാൽ ഇതൊക്കെ മാറിപ്പോവും, അയാളുടെ ഭാവന ഇതിനകത്ത് കയറിപ്പോവും. അതുകൊണ്ടാണ് ഭഗവാൻ ഇത്രയും ക്ലാരിറ്റി വരുത്തിയത്, ഈ വ്യക്തിയിലൊരു ക്ലാരിറ്റി വരുത്തിയത്. അതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതയും. പൊതുവായ വായനയിൽ എഡിറ്റിംഗ് ഇല്ലായ്മ, അതായത് പല ഭാഗത്തും നമുക്ക് ബോധ്യപ്പെടും. നമ്മളിത് വായിക്കുമ്പോൾ ഒരു എഡിറ്റർ ഇതിനകത്തില്ലായിരുന്നു എന്ന് നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെടും. എന്തുകൊണ്ടാണ്? പല ഭാഗത്തും പറയുന്ന കാര്യങ്ങൾ കോൺട്രഡിക്ടറി ആവുന്നുണ്ട് ചിലപ്പോൾ. അപ്പോൾ ഒരു എഡിറ്റർ അവിടെ പ്രവർത്തിക്കുമ്പോൾ ഈ കോൺട്രഡിക്ടറിയൊക്കെ തിരുത്താൻ തുടങ്ങും. ഇവിടെ അതല്ല, ഭഗവാൻ ഒരിക്കൽ പറഞ്ഞ കാര്യം പിന്നൊരിക്കൽ വേറൊരു തരത്തിൽ പറയുമ്പോൾ അത് അതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ വായനക്കാരന് തോന്നും ഇത് കോൺട്രഡിക്ടറി അല്ലേ എന്ന് തോന്നും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രസകരമായ കണ്ടൻറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരേ കാര്യം പലതവണ ഇത് മാസ്റ്റർ മഹാശയൻ്റെ കഥ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാണ്, ഒരേ കാര്യം പലതവണ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ആ ആവർത്തിച്ചതെല്ലാം അതേപോലെ തന്നെ വന്നുകൊണ്ടിരുന്നു. വീണ്ടും 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 അത് എഴുതിക്കൊണ്ടിരുന്നു. അതേ ഭാഷ, അതേ തമാശ, അതേ ഉപദേശം എല്ലാം ഒരു വരി പോലും മാറാതെ വീണ്ടും 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 എത്ര തവണ ആവർത്തിച്ചോ അത്രയും തവണ ഈ വചനാമൃതത്തിൽ അത് ആവർത്തിക്കുന്നുണ്ട്. അതിന് മാസ്റ്റർ മഹാശയൻ പറഞ്ഞ ന്യായവും കറക്റ്റാണ്. എന്തുകൊണ്ടാണ് അത് പിന്നീട് ബെലൂർ മഠത്തിൽ വന്ന അന്നത്തെ പുതിയ ബ്രഹ്മചാരികളൊക്കെ ഈ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭഗവാൻ ഇത് പറഞ്ഞത് ഒരാളോടല്ല പലരോടാണ്, പറഞ്ഞ സന്ദർഭം പലതാണ്. അപ്പോൾ ഒരു കാര്യമാണ് പറയുന്നതെങ്കിലും സന്ദർഭം പലത്, സമയം പലത്, ആളുകൾ പലത്. അപ്പോൾ ആ പറയുന്ന സന്ദർഭത്തിനനുസരിച്ച് ഈ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ അർത്ഥതലത്തിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അത് തിരുത്താൻ എനിക്ക് അവകാശമില്ല, അല്ലെങ്കിൽ അത് മാറ്റാൻ എനിക്ക് അവകാശമില്ല, ചേർക്കാനും എനിക്ക് അവകാശമില്ല. എന്താണോ അത് അതുപോലെ. അതായത് അത്രയും ക്ലാരിറ്റിയോടുകൂടി ഒരു എഴുത്തുകാരനെ സൃഷ്ടിച്ചെടുക്കാൻ ഭഗവാൻ നടത്തിയ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഈ വചനാമൃതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഇതിൽ നിന്നെല്ലാം, പക്ഷേ ഇതൊക്കെ ആഴത്തിൽ നമ്മൾ ഈ ഗ്രന്ഥത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നതായി വായനക്കാരന് പിന്നീട് അനുഭവപ്പെടും. ഇപ്പോൾ ഈ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോൾ ആദ്യം നമുക്കൊരു കൺഫ്യൂഷൻ വരുമെങ്കിലും വചനാമൃതം വചനാമൃതത്തിൻ്റെ കാര്യത്തിലും നമ്മൾ ഈ വചനാമൃതം ബോധ്യപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം ഒരു തവണ വായിക്കുന്ന പോലെ അല്ല ഇത് ജീവിതത്തിൽ ആവർത്തിച്ച് എത്ര ആവർത്തിക്കുന്നുവോ അത്രയും ഇതിൻ്റെ അർത്ഥതലങ്ങളിലേക്കും ഇതിൻ്റെ ആ ഭക്തി പാരവശ്യത്തിലേക്കും ഇതിൻ്റെ കണ്ടൻറ്റിലേക്കും നമ്മൾ ആഴ്ന്നിറങ്ങിക്കൊണ്ടേയിരിക്കും. പുതിയ പുതിയ അനുഭവങ്ങൾ ഓരോ തവണ വായിക്കുന്നതും പുതിയ അനുഭവങ്ങളാണ്. ഒരു പേജ് 10 തവണ വായിച്ചാൽ 10 അനുഭവമാണ്. അതാണ് ഇതിൻ്റെ ഒരു വലിയ മഹത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിലാണ് ഇത്. അപ്പോൾ ഈ ബെലൂർ മഠത്തിൽ വരുന്ന സന്യാസിമാരും അല്ലെങ്കിൽ ബെലൂർ മഠത്തിൽ പിന്നീട് വന്നിട്ടുള്ള ഈ ബ്രഹ്മചാരികളൊക്കെ നിരന്തരമായി ഇത് വായിച്ചിട്ട് ഈ സംശയം കൊണ്ട് ഓടിച്ചെല്ലുന്ന മാസ്റ്റർ മഹാശയൻ്റെ അടുത്താണ്. അങ്ങനെ നിരന്തരം ചെല്ലുകയാണ്, ഓരോ സംശയം പറയും. ഇതെന്താ അങ്ങനെ എഴുതി, ഇതെന്താ ഇങ്ങനെ എഴുതിയ, എന്താ അങ്ങനെ. അപ്പോൾ മാസ്റ്റർ മഹാശയൻ്റെ പറഞ്ഞപ്പോഴും മാസ്റ്റർ മഹാശയൻ പറഞ്ഞു,
നിങ്ങൾ അതിൻ്റെ സംശയങ്ങളിലേക്കൊന്നും പോകണം. നിങ്ങളതങ്ങ് വായിക്കുക. ഇത് ഭഗവാൻ പറയുന്നതാണ് എന്നുള്ള മട്ടിൽ നിങ്ങളതങ്ങ് വായിക്കുക എന്നാണ് പറഞ്ഞത്. ഇത്രയും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഭഗവാൻ മാസ്റ്ററെ തൻ്റെ ഭക്ത സമൂഹത്തിന് പരിചയപ്പെടുത്താൻ തയ്യാറായത്. അപ്പോൾ ഈ ആദ്യത്തെ ഒരു 8 അധ്യായം 9 അധ്യായം കഴിയുമ്പോൾ ആണ് ഭഗവാൻ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നത്. ഇപ്പോൾ ഭഗവാൻ ദക്ഷിണേശ്വരത്ത് വന്ന സന്ദർഭം വെച്ചിട്ടാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇയാളെ ഇനി പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തണം. തൻ്റെ എഴുത്തുകാരന് ഇതൊന്നും മുൻകൂട്ടി നിശ്ചയിച്ച് പറഞ്ഞിട്ട് നീയാണ് എൻ്റെ എഴുത്തുകാരനെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി മാസ്റ്റർ ഈ മഹേന്ദ്രനാഥ ഗുപ്തനെ പൊതുസമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തണം. അതാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. അതെങ്ങനെയാണത് മാസ്റ്റർ പരിചയപ്പെടുത്തലിലേക്ക് കൊണ്ടുവരുന്നത്? അതിൽ ആദ്യ സന്ദർശനമാണ് ബൽറാം ബോസിൻ്റെ വീട്. ആദ്യ സന്ദർശനം. ആദ്യമായിട്ട് പൊതുസമൂഹത്തിൽ മാസ്റ്റർ മഹാശയനെ കൊണ്ടുവരുന്നത് ബൽറാം ബോസിൻ്റെ വീട്ടിലാണ്. അതിൽ തന്നെ പറയുന്നുണ്ട് മാസ്റ്റർക്ക് അതുവരെ നരേന്ദ്രനെ മാത്രമേ അറിയാവൂ, വേറെ ആരെയും അറിയില്ല. അങ്ങനെയുള്ള ആളെയാണ് ബൽറാം ബോസിൻ്റെ വീട്ടിൽ വരാനായിട്ട് ഭഗവാൻ പറയുന്നത്. ഓരോ രംഗവും ഭഗവാൻ തൻ്റെ കഥാമൃത രചയിതാവിന് നൽകുന്ന പാഠമാണ് ഓരോന്നും. അപ്പോൾ ബൽറാം ബോസിൻ്റെ വീട്ടിൽ വരാനൊരു പാഠമുണ്ട് അതിനകത്ത്. ഇപ്പോൾ ബോസ്പാറയിൽ ദക്ഷിണേശ്വരം കഴിഞ്ഞ ഉടൻ അടുത്ത് ബോസ്പാറയിലുള്ള ബൽറാം ബോസിൻ്റെ വീട്ടിൽ വരുമ്പോൾ അവിടെ പ്രയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രവേശിക്കേണ്ടത് അവിടെ എങ്ങനെയാണ് പ്രവേശിക്കേണ്ടതെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അതൊരു വലിയ ആളുടെ വീടാണ് എന്ന് തോന്നുന്നു എന്നാണ് മാസ്റ്റർ മഹാശയൻ്റെ ഭയം. ആദ്യമായിട്ട് ഇനി പൊതുസമൂഹത്തിലേക്ക് മാസ്റ്റർ മഹാശയനെ കൊണ്ടുവരികയാണ്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ പറഞ്ഞു അതൊരു വലിയ ആളുടെ വീടല്ലേ. അപ്പം ആ ഒറ്റ വാക്കിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു ആ വലിയ ആളുടെ വീട് എന്ന് പറയുമ്പോൾ ബൽറാം ബോസിനെക്കുറിച്ച് മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിലുള്ള ആ ബോധം എന്താണെന്നുള്ളത് അവിടെ വ്യക്തമായി. വലിയൊരാൾ, അങ്ങനെ ഒരു വലിയ ഒരാളെ എങ്ങനെയാണ് ഇനി കാണിച്ചു കൊടുക്കുന്നത് എന്നാണ് അടുത്ത രംഗത്തിൽ വരുന്നത്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ ചോദിക്കുന്നു അകത്ത് കയറ്റി വിടുമോ, ഞാൻ അവിടെ വന്നാൽ എന്നെ അകത്ത് കയറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകാതിരിക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു എന്ന് ഇയാളുടെ ഉള്ളിൽ പറയുന്നുണ്ട്. ഇയാൾ ഇത്രയും വലിയൊരാളുടെ വീട്ടിലേക്ക് താൻ പോയാൽ തനിക്ക് അവിടെ കയറാൻ പോലും അനുവാദം കിട്ടില്ല എന്ന് പറയുന്നിടത്ത് ഇനി എനിക്ക് അവിടെ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിൽ മാസ്റ്റർ മഹാശയൻ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് മാസ്റ്റർ മഹാശയൻ അതിന് ഒരു ഒഴിവൊഴിവ് പറയുന്നതാണ്, ഞാൻ ഇവിടെ വന്ന് കണ്ടോളാം, ബാക്കി ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ ഇവിടെ വന്ന് കണ്ടോളാം എന്നാണ് പറയുന്നത്. പക്ഷെ ഭഗവാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള ബോധ്യം തൻ്റെ കഥാകാരന് നൽകുന്ന പരിശീലനമാണിത്. അപ്പം അയാളെ അങ്ങനെ അധീരനാക്കാൻ പാടില്ല. അപ്പം ഭഗവാൻ പറഞ്ഞ നീ ഇങ്ങനെ കരുതുന്നു, അത് വലിയ ആളാണ്, വലിയ കൊട്ടാരം പോലുള്ള വീടാണ്, വലിയ മഹത്തുക്കളാണ് അവിടെ. നോക്കൂ മാസ്റ്റർ മഹാശയനുള്ള വ്യക്തിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഭയമാണ് ഇദ്ദേഹത്തിന്. ഒരുവേദിപ്പെട്ട ആളുകളുടെ അടുത്ത് ചെല്ലാൻ ഭയമുള്ള ഒരാളാണെന്നും കൂടെ ആലോചിക്കണം. അതുകൊണ്ടാണ് ഇയാൾക്ക് ഒന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞത്. ഒരു ഒരു ശുദ്ധനാണ്, സമ്പൂർണ്ണ ശുദ്ധൻ. അപ്പോൾ ആ ഭയവും കൂടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ ചോദിച്ചത് നീ എന്തിനിങ്ങനെ കരുതുന്നു ആളെക്കുറിച്ച്. എന്നിട്ട് ഈ ഒരു സംഭാഷണം മാത്രമാണ് നമുക്ക് മാസ്റ്റർ ഭഗവാനെ തന്നെക്കുറിച്ചുള്ള സംഗതികൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് എങ്ങനെയെന്ന് ബോധ്യപ്പെടുത്തുന്നത് ഈ ഒരു ഭാഗത്താണ്. എങ്ങനെയാണ്? പിന്നീട് പല ഭക്തന്മാർ വരുമ്പോഴും മാസ്റ്ററെ പോയി കാണാൻ, അതായത് നോക്കൂ, മാസ്റ്ററെ ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തിട്ട് ആ മാസ്റ്ററെ ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് സംഭവിക്കുന്നത് ഭഗവാന്റെ അടുത്ത് വരുന്ന പല ഭക്തന്മാരെയും ഭഗവാൻ പറഞ്ഞയക്കുന്നത് മാസ്റ്ററുടെ അടുത്തേക്കാണ്. അല്ലെങ്കിൽ മാസ്റ്ററോട് ചോദിക്കൂ എന്നാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു സന്ദർഭം ഈ ഇതിൽ ഒരിക്കൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഭക്തൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു മാസ്റ്ററോട് സംസാരിക്കാൻ എന്തോ പറഞ്ഞപ്പോൾ ഏതോ കാര്യം ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം മാസ്റ്ററോട് ചോദിച്ചാൽ മതി എന്ന് ഭഗവാൻ അയാളോട് പറഞ്ഞു, ആ ഭക്തനോട് പറഞ്ഞു. അപ്പോൾ അയാൾ ചിന്തിച്ചത്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞു, അപ്പോൾ അയ്യോ ഈ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായിട്ട് നടക്കുന്ന ഇയാളുടെ അടുത്ത് പോയി ഞാൻ എന്തു ചോദിക്കാനാണ് ഈ ആധ്യാത്മിക ഉപദേശം എന്നാണ് അയാൾ ചോദിച്ചത്. കുഞ്ഞുകുട്ടി പരാധീനതയായിട്ട് മാസ്റ്റർക്ക് കുട്ടികളും കുടുംബവും പ്രശ്നമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇയാളുടെ അടുത്ത് പോയി ഞാൻ എന്ത് ആധ്യാത്മിക ഉപദേശമാണ് തേടുന്നതെന്ന് ഈ വന്ന ഭക്തൻ തന്നെ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. മാസ്റ്റർ പിന്നീട് തൻ്റെ അടുത്ത് വരുന്നവരോട് പറയുമായിരുന്നു,
അപ്പോൾ മാസ്റ്റർ പിന്നീട് പലരും വരികയും പോവുകയൊക്കെ ചെയ്യും. പിന്നീട് ഈ ദേഹത്യാഗത്തിന് ശേഷം, ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷമൊക്കെ ധാരാളം ആളുകൾ മാസ്റ്റർ തേടി വരുമ്പോഴൊക്കെ മാസ്റ്റർ മഹാശയൻ പറയുന്നത്, ഇങ്ങനെ വരുന്നവരോട് ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഒരു ആ പറയാനുള്ള സാഹചര്യം എന്താണെന്ന് മാസ്റ്റർ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, മാസ്റ്റർ മഹാശയൻ പറഞ്ഞു, ഞാനൊരു മഹാസാഗരത്തിൻ്റെ തീരത്താണ് കഴിഞ്ഞുകൂടിയത്. മഹാസാഗരത്തിൻ്റെ തീരത്താണ്. ആ മഹാസാഗരം എന്താണെന്ന് എനിക്ക് നിങ്ങളോട് പറയാനേ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഒരു 4-5 കുടത്തിൽ കുറച്ച് വെള്ളമെടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു. പിന്നെ വരുന്നവർക്ക് ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് ഇത്തിരി എന്തെങ്കിലും കൊടുക്കും. ആ മഹാസാഗരം എന്താണെന്ന് പറയാൻ ഞാൻ അശക്തനാണ്. ഇതാണ് മാസ്റ്റർ മഹാശയൻ പിന്നീട് വരുന്നവരോട്, തൻ്റെ ഈ ഗോസ്പലിനെ കുറിച്ചുള്ള സംശയങ്ങളുമായിട്ട് വരുന്നവരോട്, ഭഗവാനെക്കുറിച്ചുള്ള ആ ഭഗവാനുമായിട്ടുള്ള ആ ലൈവ് ഇത് അറിയാനായിട്ട് വരുന്ന വ്യക്തികളോട് മാസ്റ്റർ മഹാശയൻ പറഞ്ഞ ഇതാണ്, ആ മഹാസാഗരത്തിൻ്റെ തീരത്തിരുന്നിട്ട് 2-3 കുടം വെള്ളം മാത്രമാണ് ഞാൻ എൻ്റെ വീട്ടിൽ, അതാണ് ആ വചനാമൃതം. 2-3 കുടത്തിലുള്ള വെള്ളം മാത്രമാണ് നമ്മളിന്ന് ആസ്വദിക്കുന്നത്. ആ മഹാസാഗരം എന്താണെന്ന് ഈ ഒരു കുടം വെള്ളത്തിൽ നിന്ന് നമ്മൾക്ക് ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു. അതിന് നമ്മൾ കൂടുതൽ പരിശീലനം നേടേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭഗവത് സാന്നിധ്യത്തെ, അതായത് ഗ്രന്ഥകാരനെ ഭഗവാൻ രൂപപ്പെടുത്തിയത് ഇതിൻ്റെ ഒരു സാഹചര്യമാണ് ഇതിലൂടെ നമ്മൾക്ക് വ്യക്തമാകുന്നത്. അത് ഭഗവത് സാന്നിധ്യമായി നമ്മൾ അറിയുന്നത് ഈ തരത്തിൽ, ഈ ഗ്രന്ഥരചയിതാവ് ഇതിൽ ഇല്ല, ഒരു ഗ്രന്ഥരചയിതാവ് ഇതിനകത്തില്ലാത്തത് കൊണ്ടാണ്. ഈ വചനാമൃതത്തിൽ ഒരു ഗ്രന്ഥരചയിതാവില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാൻ നമ്മളോടാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് എഴുതിയ ആളില്ല, ഒരു മീഡിയേറ്റർ ഇതിനകത്തില്ല. അതാണ് വചനാമൃതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ഒരു മീഡിയേറ്റർ ഇല്ല, ഭഗവാൻ നേരിട്ട് നമ്മളോട് സംസാരിക്കുന്നതാണ് വചനാമൃതം. ഇതിനെ പകർത്തിയ ആളിൽ നിന്ന് അയാളൊരു ബ്ലാങ്ക് സ്പേസാണ്. അതാണ് ഒരു ഗ്രന്ഥകാരൻ ഇതിനകത്തില്ല. അതുകൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ തൻ്റെ പേര് പോലും ഇതിനകത്ത് വെക്കാത്തത്. ഇതിന് മാസ്റ്റർ മഹാശയൻ പേര് ആർക്കും അറിയില്ല, ആർക്കും അറിയാൻ പോലും സാധ്യമാകുമായിരുന്നില്ല. കാരണം ഇതിൽ ഒരിടത്തും മഹേന്ദ്രനാഥ ഗുപ്ത എന്ന് പറയുന്ന ആ ബംഗാളി അധ്യാപകൻ തന്നെ രേഖപ്പെടുത്തിയിട്ടേയില്ല. എല്ലാം മറ്റ് ചില പേരുകളിലൊക്കെ രേഖപ്പെടുത്തി എന്നുള്ള, ശ്രീമ എന്നുള്ളൊരു പേരിലൊക്കെയാണ് ആകെ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാളോ അഡ്രസ്സോ ഒന്നുമില്ല. ഇതിൻ്റെ പബ്ലിഷറെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ റൈറ്ററെന്നോ ഉള്ള രീതിയിൽ ഒരു നോട്ടിഫിക്കേഷനും ഈ ഗ്രന്ഥത്തിൽ ഒരിടത്തുമില്ല, ഒന്നുമില്ല. സാധാരണ പുസ്തകം എടുക്കുമ്പോൾ എഴുത്തുകാരനെ പടവും എഴുത്തുകാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയൊക്കെ കൊടുക്കുന്ന പോലെ അങ്ങനെയൊന്നും ഇതിനകത്തില്ല. പിന്നീട് ഇത് വന്നവർ ആഡ് ചെയ്ത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മഹേന്ദ്രനാഥ ഗുപ്തയെക്കുറിച്ചുള്ള അദ്ദേഹത്തെ തന്നെ പുസ്തകം എഴുതിയ, അങ്ങനെ ശാനാനന്ദ സ്വാമികളൊക്കെ അതിനകത്ത് കൊണ്ടുവന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ മഹേന്ദ്രനാഥ ഗുപ്ത എന്നുള്ള വാക്ക് തന്നെ പിടികിട്ടുന്നത്. അല്ലാതെ മഹേന്ദ്രനാഥ ഗുപ്ത ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. അതാണ് ഇതിനകത്തൊരു ഗ്രന്ഥകാരനില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അതാണ് ഈ ഗ്രന്ഥവും നമ്മളും മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഇടനിലയിൽ ഒരു ഗ്രന്ഥകാരൻ ഇല്ല. ഇത് ഭഗവാന്റെ നേരിട്ടുള്ള അരുൾമൊഴികൾ മാത്രമാണ്. അങ്ങനെ വരുന്നത് പിന്നെ ഭഗവത്ഗീതയ്ക്ക് മാത്രമാണ് നേരിട്ടുള്ളത്. അപ്പോൾ ഒരു ഭഗവത്ഗീതയുടെ ഒരു റെപ്ലിക്കയാണിത്. ശരിക്കും പറഞ്ഞാൽ കലിയുഗത്തിലെ ഗീത എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം ഇതിന് ഒരു ഗ്രന്ഥകാരനില്ല, ഗീതയ്ക്ക് ഗ്രന്ഥകാരനില്ല എന്ന് പറഞ്ഞ പോലെ ഇതിനൊരു ഗ്രന്ഥകാരനില്ല എന്നുള്ളതാണ്. അതാണ് വചനാമൃത രചനയുടെ ഒരു വലിയ ഒരു ശക്തി. അത് മനസ്സിലാക്കിയാണ് നമ്മൾ വചനാമൃതം വായിക്കുക. അല്ലാതെ മഹേന്ദ്രനാഥ ഗുപ്ത എന്ന എഴുത്തുകാരൻ്റെ ഒരു പുസ്തകമായിട്ടല്ല വചനാമൃതത്തെ പരിഗണിക്കപ്പെടുന്നത്. ഭഗവാന്റെ നേരിട്ടുള്ളതാണ്. അപ്പം അടുത്ത് ഈ ഗ്രന്ഥകാരൻ്റെ എങ്ങനെ ഒരുക്കി എന്നുള്ളതിൻ്റെ അടുത്ത കുറേ ഭാഗങ്ങൾ ഇനിയും വരുന്നുണ്ട്. ആ ഒരുക്കങ്ങളുടെ എങ്ങനെയാണ് ആ ഗ്രന്ഥരചന രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ കുറേ രസകരമായ ഭാഗങ്ങളിലൂടെ നമുക്ക് പരിശോധിക്കാം. അത് അടുത്ത ദിവസം നമുക്ക് പരിശോധിക്കാം. സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ സാർ. നമസ്തേ 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 സാർ. നമസ്തേ. സാർ ഇത് കേൾക്കുമ്പോൾ എത്ര ഇതായിരിക്കും. മാസ്റ്റർ മഷായി.
നാമം ജപിക്കാം നാമം ജപിക്കാം നാമം ജപിക്കാം. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശാരദാദേവി നമഃ.